വിവാഹ വിഷയങ്ങളിൽ പല ജാതകങ്ങളിലും കാണുന്ന ചില പ്രത്യേക ഗ്രഹങ്ങൾ, ഇപ്പോൾ ഏത് ഗ്രഹം വന്നാലും വിവാഹം നടക്കില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ചില പ്രത്യേക ഗ്രഹങ്ങൾ വന്നാൽ, ഇപ്പോൾ വ്യാഴവും ശുക്രനോ മറ്റോ ഗ്രഹങ്ങൾ വന്നാൽ പോലും ആ ഗ്രഹങ്ങൾക്ക് നമ്മൾ വിശേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഗ്രഹങ്ങൾ നമ്മുടെ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലോ മറ്റോ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ അല്ലെങ്കിൽ ചില വാഗ്ദുരിതങ്ങളുടെയോ ദുരിതമായിട്ട് ഇന്നത്തെ തലമുറകളിലെ ചില പ്രത്യേക വ്യക്തികളിൽ വിവാഹ ദുരിതങ്ങളും സന്താന ക്ലേശതകളും കാണാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് വിവാഹ ദുരിതങ്ങൾ, ഇപ്പോൾ ഒരു വ്യാഴം 7ാം ഭാവത്തിൽ വന്നാൽ പോലും ആ വ്യാഴം ബലമുള്ള ഗ്രഹമാണെങ്കിൽ കൂടെ അതിൽ ചില ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചില രാഹുഗ്രസ്ത യോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് സൂര്യൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ആ ഗ്രഹത്തിനുണ്ടാകാവുന്ന ചില അവരുടെ ബലങ്ങൾ അനുസരിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള ചില ആ കുടുംബത്തിൻ്റെ തൊട്ട് ആ തലമുറയിൽ തന്നെ ആ കുടുംബത്തിലെ തൊട്ട് മുമ്പത്തെ ജനാദികളിൽ നിന്നുണ്ടായിട്ടുള്ള ചില ഭാഗ്ദുരിതാദി ദോഷങ്ങൾ അതിൽ ഇടയായിട്ടുണ്ട്. അത്തരം ജാതകങ്ങൾ പലതും ഇവിടെ വന്നിട്ട് അവർക്ക് പല സൊല്യൂഷൻസും പലരും കൊടുത്തു, ശരിയാവാണ്ട് ഇവിടെ വന്നിട്ട് അത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കുമ്പോൾ ആ കുടുംബത്തിൽ അതത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില വാഗ്ദുരിതങ്ങൾ മാറാതെ കിടക്കുന്നതിൻ്റെ ദുരിതം മനസ്സിലാക്കിയിട്ട് അത് പരിഹരിച്ചു നോക്കി. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ അത് കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പ്രായശ്ചിത്താദികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കുറച്ച്